നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടി ഒന്ന് പോകണം. പരിസ്ഥിതി ദുർബല പ്രദേശവുമായി ബന്ധപ്പെട്ട അന്തിമ വിജ്ഞാപനം ഉടൻ പുറത്തു വരാനിരിക്കെ ആശങ്കയിലാണ് പശ്ചിമഘട്ട മേഖലയിലെ താമസക്കാർ. കേന്ദ്രത്തിന്റെ പുതിയ വിജ്ഞാപനം നിലവിൽ വരുന്നതോടെ കോഴിക്കോട് മാത്രം 10 വില്ലേജുകൾ പരിസ്ഥിതി ദുർബല മേഖലയാകും. സംസ്ഥാനത്തെ മലയോര കർഷകരും വലിയ ആശങ്കയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജനവാസ മേഖലയെയും വിജ്ഞാപനം സാരമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ മലയോര മേഖലയിലെ മനുഷ്യരാകെ ആശങ്കയിലായിരുന്നതാണ് ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ആ ബഫർ സോണുമായി ബന്ധപ്പെട്ട് എവിടെയാണ് നമ്മൾ മാപ്പ് വരയ്ക്കേണ്ടത്, ആ മാപ്പിൽ ആരൊക്കെ ഉൾപ്പെടും, ആരൊക്കെ ഒഴിവാക്കപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതെപ്പോഴും പൊതുസമൂഹത്തിന് മുൻപിൽ പരിശോധിക്കാൻ വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടിയിരുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ മാപ്പ് തയ്യാറായിരുന്നു. നമുക്കൊന്ന് അന്വേഷിച്ചു വരാം. റിപ്പോർട്ടർ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ സ്പെഷ്യൽ ലൈവ് തൊഴിലേക്ക് സ്വാഗതം. വെൽക്കം. നമുക്കിപ്പം VS രഞ്ജിത്ത്, സാനിയോ മനോമി, PR പ്രവീണ, ദീപക് മോഹൻ, MM രാകേഷ് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. എല്ലാ നമ്മുടെ റിപ്പോർട്ടർമാർക്കും സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ആദ്യം ഞാൻ എന്താ വിഷയമെന്ന് VS രഞ്ജിത്തിനോടൊന്ന് ചോദിച്ചു വരാം. VS രഞ്ജിത്ത്, നമ്മളിപ്പോൾ ഈ വിഷയം എടുക്കാനൊരു കാരണമുണ്ടല്ലോ, എന്താണ് ആ കാരണം? VS രഞ്ജിത്ത്. ഡോക്ടർ അരുൺ, ഇത് വലിയ വിവാദ വിഷയമാണ്. ഒരു ഭാഗത്ത് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം, മറുഭാഗത്ത് ഈ പശ്ചിമഘട്ടത്തിന്റെ ഓരം ചേർന്ന് ജീവിക്കുന്ന മലയോര കർഷകരുടെ ജീവിതം അത് സ്തംഭിച്ചു പോകുമോ എന്നുള്ള ആശങ്കയാണ്. മാധവ് ഗാഡ്ഗിലും കസ്തൂരി രംഗനും അതിനുശേഷം ഹ്യൂമൻ കമ്മിറ്റിയും PH കുര്യൻ കമ്മിറ്റിയും ഒക്കെ പഠിച്ച് മലയോര മേഖലയിൽ പരിസ്ഥിതി ലോല പ്രദേശമായി എത്ര മേഖലകൾ പ്രഖ്യാപിക്കണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കേരളം കൊടുത്ത കണക്ക് പ്രകാരവും കേരളത്തിൽ 131 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടും. അങ്ങനെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൃഷിയും അവരുടെ ജീവിതവും സ്തംഭിക്കുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. പ്രത്യേകിച്ച് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ കർഷകർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അവരുടെ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ആധാരത്തിൽ നിങ്ങൾക്ക് ബാങ്കിൽ കടമില്ല എന്ന് എഴുതുന്നത് പോലെ തന്നെ ഈ പ്രദേശം പരിസ്ഥിതി ലോലമാണ് എന്ന് എഴുതി ചേർക്കും. അതോടുകൂടി ആ മേഖല ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതായി മാറുകയും അതുകൊണ്ട് തന്നെ അവിടെ മറ്റൊരു കച്ചവടമോ അല്ലെങ്കിൽ ആ ഭൂമിയുടെ ഒരു ഇടപാടുകളോ ഒന്നും നടക്കാത്ത രീതിയിൽ, അവിടെ വലിയ വ്യവസായങ്ങളോ അല്ലെങ്കിൽ വ്യാപാരങ്ങളോ ഒന്നും നടക്കാത്ത രീതിയിലാകും എന്നൊരാശങ്കയാണ് കർഷകർ പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അവരുടെ കൃഷിയും ജീവനും ജീവിതവും ഒക്കെ സ്തംഭിച്ചു പോകുമോ എന്ന ആശങ്കയിലാണ് കർഷകരുള്ളത്. ഈ സെപ്റ്റംബർ 29-ാം തീയതി ഈ കരട് വിജ്ഞാപനത്തിൽ തിരുത്തൽ വരുത്താനുള്ള അവസാന തീയതിയാണ്. ഈ 29-ന് മുൻപ് ജനങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കോ അവരുടെ ആശങ്കകൾ അറിയിക്കണമെങ്കിൽ സംസ്ഥാനം അന്തിമമായ ഒരു പട്ടിക, ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കണം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞത്, ഞങ്ങൾ അന്തിമമായ ഒരു മാപ്പ് ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ മാപ്പിൽ ജനങ്ങൾക്ക് ആശങ്ക വേണ്ട എന്നുള്ളതാണ്. പക്ഷേ ആ മാപ്പ് എവിടെ എന്നാണ് കർഷകർ ചോദിക്കുന്നത്. അങ്ങനെ ജനവാസ മേഖലകളെ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു മാപ്പ് സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മാപ്പ് എവിടെ, അതിൽ ഞങ്ങൾ താമസിക്കുന്ന മേഖലകളുണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നേരത്തെ പ്രഖ്യാപിച്ച പല പഞ്ചായത്തുകളും വില്ലേജുകളുമൊക്കെ ഒഴിവാക്കി കൊടുത്തതിലും ഇവിടെ ആശങ്കയുണ്ട്. കാരണം ഇടുക്കിയിലുള്ള പല വില്ലേജുകളും ഒഴിവാക്കി കൊടുത്തപ്പോൾ മലബാറിലേക്കാണ് കൂടുതൽ ഏരിയ ഈ എക്കോ സെൻസിറ്റീവ് സോണായി പ്രഖ്യാപിക്കപ്പെട്ടത്. അത് മലബാറിനോടുള്ള അവഗണനയാണെന്ന് മലബാറിലെ കർഷകർ പറയുന്നു. എന്നാൽ ഇത് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും, മുഴുവൻ എന്ന് പറയുന്ന ഏകദേശം എല്ലാ ജില്ലകളിലും ബാധിക്കുന്നതാണ്. കോട്ടയം, ഇടുക്കി, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളെ മുഴുവൻ ബാധിക്കുന്ന വിഷയമാണ്. അവിടെയുള്ള 131 വില്ലേജുകളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ്. നമുക്ക് ചോദിക്കാനുള്ളത് സർക്കാരിനോട്, ഈ നാട്ടുകാർ കാണേണ്ട കേരളം തയ്യാറാക്കിയ ആ ഫൈനൽ മാപ്പ് എവിടെയാണ്? ഇനി അവശേഷിക്കുന്നത് 5 ദിവസം മാത്രമാണ്. ഇന്ന് സെപ്റ്റംബർ മാസം 24-ആയി. 29-ന് മുമ്പ് ആ അന്തിമ പട്ടികയിൽ കേരളം ആ വിവരം അറിയിക്കണം. അപ്പോൾ ജനങ്ങളെ കാണിക്കാതെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് ശരിയാണോ എന്നതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം?
തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇത്രയും ആശങ്കയുള്ള ഒരു വിഷയത്തിൽ അന്തിമമായ ഒരു മാപ്പ് സർക്കാർ തയ്യാറാക്കി നൽകി എന്ന് പറയുമ്പോൾ ആ മാപ്പ് എവിടെ എന്ന കർഷകരുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ആ മാപ്പിൽ ഈ പറയുന്ന 131 വില്ലേജുകളിൽ കൂടുതൽ ജനവാസ മേഖലകളുള്ള വില്ലേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, അവിടെ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇത് വാർഡ് അടിസ്ഥാനത്തിൽ തിരിക്കണമെന്നുള്ള കർഷകരുടെ ആശങ്ക പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അങ്ങനെ രാകേഷും നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഞാൻ അവരിലേക്ക് കൂടി ഒന്ന് പോയി വരാം. സാനിയ മനോമി ചേരുന്നത് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്നാണ്. സാനിയ മനോമി, വെരി ഗുഡ് മോർണിംഗ്. മാപ്പ് കിട്ടിയോ? ഗുഡ് മോർണിംഗ്. മാപ്പ് കിട്ടിയോ എന്നാണ് നമുക്കും അറിയേണ്ടത്. ഏതായാലും കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ ഈ നാട്ടിലെ കർഷകരും സാധാരണക്കാരായ മനുഷ്യരും ഒക്കെയാണ് നമുക്കിപ്പോൾ ഉള്ളത്. അവരുടെയൊക്കെ ആശങ്കയിലേക്ക് നമുക്ക് പോകണമെന്ന് ഞാൻ കരുതുന്നു. ഈ മാപ്പ് സംബന്ധിച്ച് എന്താണ് ഇപ്പോൾ ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്? ഈ ESIയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ 12 വർഷമായിട്ട് ആശങ്കയിൽ കഴിയുകയാണ്. ഗാഡ്ഗിൽ കസ്തൂരി രംഗ റിപ്പോർട്ടും അതിൻ്റെ പശ്ചാത്തലത്തിൽ ജനവാസ മേഖലകൾ ഒഴിവാക്കാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് നിയോഗിച്ച ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടും ഒന്നും ജനങ്ങളുടെ ആശങ്കയ്ക്ക് ഇതുവരെയും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് തദ്ദേശ സ്ഥാപനങ്ങളെ ഗവൺമെൻറ് കൂടുതൽ മുഖവിലക്കെടുക്കണം, അവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം എന്നുള്ളതാണ്. ഇപ്പം പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ചേർന്നുകൊണ്ട് ഒരു സമിതി ഉണ്ടാക്കി അവർ പരിശോധിച്ചിരുന്നില്ലേ? അതിന്റെ റിസൾട്ട് ഒന്നും വന്നില്ല. അത് കഴിഞ്ഞ മെയ് 15-നാണ് കളക്ടറേറ്റിലെ സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന വകുപ്പിലെ 2 ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ യോഗം ചേരുകയും 5 ദിവസം കൊണ്ട് ഇതിൻ്റെ ഫീൽഡ് പരിശോധന നടത്തിയിട്ട് ജിയോ കോർഡിനേഷൻ സഹിതം സമർപ്പിക്കണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഫോറസ്റ്റ്, റവന്യൂ, രാഷ്ട്രീയ പാർട്ടികളെ, ഇതിൻ്റെ എക്സ്പേർട്ടുകളെ ഒക്കെ സംഘടിപ്പിച്ച് 5 ദിവസം കൊണ്ട് ഇത് തയ്യാറാക്കി ഭരണസമിതി തീരുമാനമെടുത്ത് ഗവൺമെൻറ് സമർപ്പിച്ചതാണ്. ആ മാപ്പ് ഇതുവരെയും ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപാകത. ഇപ്പം കേന്ദ്ര മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നാണ് സർക്കാർ പറയുന്നത്, പക്ഷെ അത് പ്രസിദ്ധീകരിക്കുന്നില്ല. അതിലാണ് നമ്മുടെ ഒരു ആശങ്കയുള്ളത്, അല്ലേ? അതെ. അത് പ്രസിദ്ധീകരിച്ചാലേ അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തേണ്ട. ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ ജൂലൈ 31-നാണ് കരട് വിജ്ഞാപനം നടത്തിയത്. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത് സംസ്ഥാന ഗവൺമെൻറ് കാലാവസ്ഥാ വ്യതിയാന ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ ഈ മാപ്പ് പ്രസിദ്ധീകരിക്കും. ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാലാവസ്ഥാ വ്യതിയാന വകുപ്പിലാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് അവ്യക്തമായ മാപ്പാണ്, പഴയ മാപ്പാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്രയും ഗൗരവത്തിൽ കൊടുത്ത യുദ്ധകാലാടിസ്ഥാനത്തിൽ പഠനം നടത്തി കൊടുത്ത മാപ്പ് ഇതുവരെയും ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചില്ല. അത് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഇതിനകത്തുള്ള ആശങ്ക എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതുവരെ ജനങ്ങൾ ആശങ്കയിൽ തന്നെ തുടരുകയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. കൂരാച്ചുണ്ട് വില്ലേജ് ഉൾപ്പെടുന്നുണ്ട്, അല്ലേ? കൂരാച്ചുണ്ട് വില്ലേജ് ഉൾപ്പെടുന്നില്ല. കൂരാച്ചുണ്ട് വില്ലേജിലെ പ്രദേശങ്ങൾ ഈ മാപ്പിൽ ഉൾപ്പെടുന്നുണ്ട്. അതാണ് ജനങ്ങളുടെ ആശങ്ക. എങ്ങനെയാണ് സംഭവിക്കുന്നത്? വില്ലേജ് ഉൾപ്പെടുന്നില്ല, പക്ഷേ വില്ലേജിലെ പ്രദേശങ്ങൾ മാപ്പിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത് ഇതിനകത്ത് ഗവൺമെൻറ് തയ്യാറാക്കിയ മാപ്പിലെ അവ്യക്തതയാണ്. ഇതൊരു കാരണവശാലും ഈ റവന്യൂ ഭൂമികൾ ഇതിനകത്ത് ഉൾപ്പെടാൻ പാടില്ല. ഇതിനകത്ത് ശരിക്കും ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഫോറസ്റ്റ് വില്ലേജും റവന്യൂ വില്ലേജും വേർതിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഫോറസ്റ്റ് വില്ലേജ് ESI ഉൾപ്പെടുത്തിയ വിഷയം 29-ാം തീയതിക്ക് മുമ്പ് ഫോറസ്റ്റ് വില്ലേജ് എന്താണോ സർക്കാർ സമർപ്പിക്കുന്നതായിരിക്കും അന്തിമ പട്ടിക. പിന്നീട് അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ഇനി ആകെ അവശേഷിക്കുന്നത് 6 ദിവസമാണ്. സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുത്തു എന്നാണ് VS റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു നിമിഷം സാനിയോ, VS ആ സംശയം കൂടി ഞാനൊന്ന് ചോദിക്കട്ടെ. രഞ്ജിത്ത് തുടരുന്നുണ്ടെങ്കിൽ, രഞ്ജിത്ത്, സംസ്ഥാന സർക്കാർ ഈ അന്തിമ പട്ടിക കേന്ദ്രത്തിന് കൊടുത്തു എന്നാണോ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിച്ചത്? ഡോക്ടർ അരുൺ, കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നത് ജനങ്ങളുടെ ആശങ്ക പരിഹരിച്ചുകൊണ്ട് ഒരു മാപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു മാപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതെവിടെ എന്നുള്ളതാണ് കർഷകർ ചോദിക്കുന്നത്. അപ്പോൾ ഈ കൂരാച്ചുണ്ടിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്ന പഞ്ചായത്ത് പ്രതിനിധികളോടക്കം ചോദിക്കേണ്ടത്, സർക്കാർ ഇങ്ങനെയൊരു റിപ്പോർട്ട്, ഇങ്ങനെയൊരു മാപ്പ് ഈ പഞ്ചായത്തുകളെ കാണിക്കാതെ, ജനങ്ങളെ കാണിക്കാതെ കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്ക വേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു. ജനവാസ മേഖലകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. ആ ഉറപ്പ് മതിയോ അതോ മാപ്പ് അവർക്ക് കാണണമോ? എന്താണ് അവരുടെ ആവശ്യം സാനിയോ? ഇനി 5 ദിവസം കൂടിയേ ഉള്ളൂ. അത് തന്നെയാണ് അരുൺ അവർ പറയുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉറപ്പ് പോരാ, നിങ്ങൾക്ക് ആ മാപ്പ് കാണണം എന്ന് തന്നെയാണല്ലോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായും സെൻട്രൽ ഗവൺമെന്റിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ജിയോ കോർഡിനേഷൻ മാപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ആ മാപ്പ് ഏതാണെന്ന് കണ്ടാൽ മാത്രമല്ലേ ജനങ്ങളുടെ ആശങ്ക മാറുകയുള്ളൂ. സർക്കാർ പറയുന്നത് ആ മാപ്പിൽ ജനവാസ മേഖലകളൊന്നും ഉൾപ്പെടുന്നില്ല, ആർക്കും ഒരു ആശങ്കയും വേണ്ട എന്ന് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ആ മാപ്പ് കണ്ടാൽ മാത്രമേ ബോധ്യപ്പെടൂ എന്നതല്ലേ?
അങ്ങനെയാണെങ്കിൽ ആ മാപ്പ് ബയോഡൈവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചാൽ എന്താ വിഷയമുള്ള ആ വിഷയം തീരുമല്ലോ. പി ആർ പ്രവീണ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പി ആർ പ്രവീണയുള്ളത് കോന്നിയിൽ തുലാപ്പള്ളിയിലാണ്. പി ആർ പ്രവീണ, വെരി ഗുഡ് മോർണിംഗ്. മാപ്പ് വേണ്ടേ കോന്നിക്കാർക്ക്? വെരി ഗുഡ് മോർണിംഗ് അരുൺ. അവരോട് തന്നെ ചോദിക്കാം. അതായത് നോക്കൂ, നിരവധി പേരാണ്, കാർഷിക മേഖലയാണ്, മലയോര മേഖലയാണ്. നിങ്ങൾ മാപ്പ് കണ്ടിട്ടുണ്ട്? സർക്കാർ പുതിയതായി പ്രസിദ്ധീകരിച്ചു ജനവാസ മേഖലകളെ ഒഴിവാക്കി എന്ന് പറയുന്ന മാപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. പുതിയ കണ്ടിട്ടുണ്ട്. ആ മാപ്പിനകത്ത് ആദ്യം പ്രസിദ്ധീകരിച്ച മാപ്പ് മാറി പുതിയ മാപ്പ് ഇറക്കുമെന്ന് പറഞ്ഞു. ആ മാപ്പ് ഇറക്കി. കഴിഞ്ഞ ദിവസം സർക്കാർ സമർപ്പിച്ചു. അത് കണ്ടിട്ടുണ്ട്. ആ മാപ്പ് കണ്ടിട്ടുണ്ട്. ആ മാപ്പിലും പൂർണ്ണമായും പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഈ 4 വാർഡുകൾ പൂർണ്ണമായും കൊല്ലമുള്ള വില്ലേജ് അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആ മാപ്പിനകത്ത് പൂർണ്ണമായും ജനവാസ മേഖല പോലെ ഈ ജനവാസ മേഖലയും കൃഷിയിടവും പൂർണ്ണമായും ഇപ്പോഴും VSIയിലാണ്, എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ തന്നെയാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങളോട് സംസാരിക്കും. ഈ മാപ്പ് എവിടെ നിന്നാണ് കണ്ടത്? ഇത് കാലാവസ്ഥാ വകുപ്പിൻ്റെ കേരളത്തിൽ അതിനകത്തല്ല വരേണ്ടത്. ആക്ച്വലി വരേണ്ടത് ഇതിനകത്തല്ല. കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അവരുടെ വിജ്ഞാപനത്തിൽ ഇവിടെയല്ല വരേണ്ടത്. അത് വേറെ ഒരു സൈറ്റ് വരേണ്ട സാധനമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ മാപ്പിലാണ് വരേണ്ടത്, സൈറ്റാണ് വരേണ്ടത്. കണ്ടതാണോ? അതായത് ഏറ്റവും പുതിയ മാപ്പ് കണ്ടതാണ്. ഈ മാപ്പിനകത്ത് അവർ പരിസ്ഥിതി ലോല മേഖലകളിൽ നിന്നും പറഞ്ഞ് മഞ്ഞ ലൈനിൽ ബോർഡർ ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ജനവാസ മേഖലകളില്ല. അതുപോലെ തന്നെ പരിസ്ഥിതി ലോല വില്ലേജുകളിൽ നിന്നും അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നു. അതിനകത്ത് നമ്മുടെ ഈ ജനവാസ മേഖലകളും കൃഷിയിടങ്ങളും മുഴുവനുണ്ട്. അത് ഈ കൊല്ലമുള വില്ലേജിലെ ഈ 3 വാർഡുകളും ഈ ഭാഗങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 രീതിയിലുള്ള ലൈനുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് സാധാരണഗതിയിൽ പ്രസിദ്ധീകരിക്കേണ്ട സ്ഥലത്തല്ല ഇത്, സൈറ്റിലല്ല പ്രസിദ്ധീകരിച്ചേക്കുന്നത്. അതുപോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതെ, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി തന്നെയുള്ള മാപ്പുകൾ, പലതരത്തിലുള്ള മാപ്പുകൾ പല സമയത്ത് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതിന് പകരം കാലാവസ്ഥയിലാണ് വെബ്സൈറ്റിൽ, ഏത് വെബ്സൈറ്റിലാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അതിനാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. പക്ഷേ അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ. ഒന്നുകൂടെ, അതായത് സാധാരണഗതിയിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ, ജൈവവൈവിധ്യ ബോർഡിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ട മാപ്പ് ഇത്തവണ പ്രസിദ്ധീകരിച്ചേക്കുന്നത് കാലാവസ്ഥാ വകുപ്പ്. കൃത്യമായി പറയും, ഏത് സൈറ്റിലാണ് നിങ്ങൾ നോക്കിയത്? കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിലാണ് ഒരു മാപ്പ് പുതിയതായിട്ടുള്ളത്. എന്നാ ആ മാപ്പ് അപ്ലോഡ് ചെയ്തേക്കുന്നത് എന്നാണെന്നറിയില്ല. ന്യൂ എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ന്യൂ എന്നാ നോക്കിയത്? ഞങ്ങൾ നോക്കിയത് കഴിഞ്ഞ ആഴ്ച. രഞ്ജിത്തെ, ഇപ്പോൾ കോന്നിയിലെ ആളുകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഗുരുതരമാണ് കാര്യങ്ങൾ. ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിച്ചു എന്ന് പറയുന്ന മാപ്പിൽ, ആ മാപ്പ് ബയോഡൈവേഴ്സിറ്റി അല്ല കാലാവസ്ഥാ സൈറ്റിൽ 2 എണ്ണമായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതിൽ ഒരെണ്ണത്തിനകത്ത് ജനവാസ മേഖലയില്ല, ഒരെണ്ണത്തിനകത്ത് ജനവാസ മേഖലയുണ്ട്. അതാണ് ഇപ്പോൾ ഈ നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ അറിവിൽ. അങ്ങനെ ഒരു മാപ്പ് ഈ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന, കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്ന മാപ്പ് എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ രഞ്ജിത്ത്? അരുൺ, ഇത് സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മാപ്പാണ്. ഈ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോഴാണ് സർക്കാർ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. ഞങ്ങൾ പുതിയ മാപ്പ് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആ മാപ്പ് എവിടെ എന്നുള്ളതാണ് കർഷകർ ചോദിക്കുന്നത്. ഈ സെപ്റ്റംബർ 2-ന് ഇപ്പോൾ അവിടുത്തെ കർഷകർ പറയുന്ന, കോട്ടയത്തെ കർഷകർ പറയുന്ന മാപ്പ് പുതിയ മാപ്പല്ല, അത് നേരത്തെ ഉണ്ടായിരുന്ന മാപ്പ് തന്നെയാണ്. ആ മാപ്പ് സെപ്റ്റംബർ 2-ാം തീയതി ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ആ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വ്യതിയാന ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ആ മാപ്പിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുതിയ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ചു. ആ പുതിയ മാപ്പ് ഇവർ കണ്ടിട്ടുണ്ടോ? സെപ്റ്റംബർ 2-ാം തീയതിക്ക് ശേഷമുള്ള പുതുക്കിയ മാപ്പ് ഇവർ കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചു നോക്കൂ. അതായത് നിങ്ങൾ പറയുന്നത് സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വകുപ്പിന്റെ സൈറ്റിൽ വന്നതാണ്, അതായിരിക്കണം നിങ്ങൾ കണ്ടത്. ഏത് ഡേറ്റിലാണ് റിലീസ് ചെയ്യുന്നുള്ളത് നമുക്കറിയാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ന്യൂ എന്ന് കണ്ടതാണ് നിങ്ങൾ ഏറ്റവും നമ്മൾ. ഈ 4 ദിവസം മുന്നേ ആണല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിലീസ് ഇറങ്ങുന്നത്, ജനവാസ മേഖലകളെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള മാപ്പ് സമർപ്പിക്കുമെന്നുള്ളത്. ആ മാപ്പ് അല്ലെങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ല? ഏത് മാപ്പാണെന്നുള്ളത് നമുക്കറിയാനുള്ള ഓപ്ഷൻ ഒന്നും ഒരിടത്തുമില്ല. ഇത് മാപ്പ് സമർപ്പിച്ചു എന്ന് പറയുന്നു, പക്ഷേ ഇത് ഏത് മാപ്പാണെന്നുള്ളത് നമുക്ക് പ്രസിദ്ധീകരിക്കത്തക്ക രീതിയിൽ വന്നാൽ മാത്രമേ നമുക്കത് കാണാൻ
ഇപ്പോഴും നിങ്ങൾ ആ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട് 894 ചതുരശ്ര കിലോമീറ്റർ ജനവാസ മേഖല ഇതിൽ ഉൾപ്പെടുന്നുവെന്ന്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ പെടുന്നു എന്നുള്ളത് അത് വ്യക്തമാണ്, ആ വാർത്താക്കുറിപ്പിൽ തന്നെ വ്യക്തമാണ്. അത് മാത്രമല്ല അതിനകത്ത് പറയുന്നു തുടർ വനം പദ്ധതി, അതായത് ഇടതടവില്ലാത്ത വനം പദ്ധതിയുടെ ഭാഗമാണ് ഇതെന്ന് അവർ പറയുന്നത്. അതാണ് ഞങ്ങൾ പറയുന്ന ഏകവനം പദ്ധതി. ഈ ഏകവനം പദ്ധതി നടപ്പിലാക്കുന്നതിന് ഞങ്ങൾ എതിർപ്പാണ്. കാരണം ഈ ഏകവനം പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഇത്തരം ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പറക്കുന്ന ജനവാസ മേഖലകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അതുകൊണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ജനവാസ മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഏകവനം പദ്ധതി ഉപേക്ഷിക്കണം സർക്കാർ. അതുകൂടാതെ ഇത് ആനത്താരകൾ, അതായത് എലഫന്റ് കോറിഡോറുകൾ സൃഷ്ടിച്ച് ആനകളെയും വന്യമൃഗങ്ങളെയും ഉപയോഗിച്ച് ഈ നാട്ടിലെ കർഷകരെ കുടിയിറക്കാമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നത്. അതിനെതിരായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുള്ളത്, ഗ്രാമസഭകൾ കൂടി ഇല്ലെങ്കിൽ ജനങ്ങളുടെ എതിർപ്പ് പഞ്ചായത്ത് വഴി സംസ്ഥാന ഗവൺമെൻറ്റിനെ അറിയിച്ച് സംസ്ഥാന ഗവൺമെൻറ് ഇത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിനെ രേഖാമൂലം അറിയിച്ചാൽ ഇതിൽ നിന്ന് വിടുതൽ ചെയ്യാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഇനി സമയമുണ്ട്, 29-ാം തീയതി ഈ 30-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. കരട് വിജ്ഞാപനം വന്നിട്ട് ഈ 30-ാം തീയതി 60 ദിവസമാവുകയാണ്. ഈ 60 ദിവസത്തിനകം ഇതിന് കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞങ്ങൾ ഈ പഞ്ചായത്ത് ചെയ്യാത്തതിൻ്റെ പേരിൽ ഞങ്ങളിവിടെ നിന്ന് ഏതാണ്ട് 60% ആളുകൾ ഒപ്പിട്ട് 4 വാർഡുകളുടെ ഗ്രാമസഭകൾ അടിയന്തരമായി വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് റാന്നി പെരുന്നാട് പഞ്ചായത്തിന് അപേക്ഷ കൊടുത്തിട്ട് അവർ തികച്ചും ധിക്കാരപരമായ നിലപാടെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഗ്രാമസഭ വിളിക്കില്ല. ഗ്രാമസഭ വിളിക്കില്ല എങ്കിൽ അതിൻ്റെ അടുത്ത നടപടിയിലേക്ക് ഞങ്ങൾ കിടക്കുക. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നാട്ടുകാർ നിങ്ങളുടെ ബാധിക്കുന്ന ആളുകൾ എന്നുള്ളത് ബാധിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് ഞങ്ങളിപ്പോൾ പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത് ഗ്രാമസഭ കൂടി റിപ്പോർട്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് തയ്യാറാകുന്നില്ല എങ്കിൽ മാപ്പ് ഈ നാട്ടുകാർക്ക് കാണാനുള്ള അവകാശമെങ്കിലും സർക്കാർ കൊടുക്കണം എന്നുള്ളതാണ്. ഞാൻ വരാം പി എ പ്രവീണ, അവരുടെ പ്രതികരണങ്ങൾ തേടൂ. ദീപക് മോഹനിലേക്ക് കൂടി പോയി വരാം. ദീപക് മോഹൻ ഇപ്പോൾ വയനാട് നടവയിലാണുള്ളത്. ദീപക് മോഹൻ, വയനാട്ടിലെ കർഷകർക്ക് ഇതേ ആശങ്കയായിരിക്കുമല്ലോ. സെപ്റ്റംബർ 2-ാം തീയതി കാലാവസ്ഥാ വ്യതിയാന വെബ്സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഈ മാപ്പ് പ്രകാരം അതിലും ജനവാസ മേഖലയിലുള്ള ചില പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ചിലർ പറയുന്നത്. ഈ പുതുക്കിയ മാപ്പ് വയനാട്ടിലുള്ളവരാരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തു വന്നിരിക്കുന്ന സർക്കാരിന്റെ പുതുക്കിയ മാപ്പ്. ദീപക്. അരുൺകുമാർ, ഈ പുതുക്കിയ മാപ്പ് ഈ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഈ ബാധിക്കുന്ന ആളുകളോ ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് നേരത്തെ നമുക്ക് മനസ്സിലായത്. ഇവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. കിഫയുടെ പ്രതിനിധികൾ അല്പസമയത്തിനൊപ്പം നമ്മളോടൊപ്പം ചേരും. പ്രധാനമായും വയനാട്ടിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, വയനാട്ടിൽ മിക്ക ഗ്രാമങ്ങളും അല്ലെങ്കിൽ ആദിവാസി ഊരുകളും എല്ലാം തന്നെ വനത്തിനുള്ളിലൂടെയാണ്, വഴിയോ അല്ലെങ്കിൽ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തോ ആണ്. അതിൽ തന്നെ സുൽത്താൻ ബത്തേരി നഗരം എന്ന് പറയുന്നത് ഈ ബഫർ സോണിൽ ഉൾപ്പെടുന്ന ഒരു പ്രദേശത്താണ്. സുൽത്താൻ ബത്തേരിയിലെ KSRTC ഡിപ്പോയുള്ള സ്ഥലത്തിനോട് ചേർന്ന് ഈ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തി. ഈ ഭാഗത്ത് ബഫർ സോൺ നിലവിൽ വരികയാണെങ്കിൽ ആ ഭാഗത്തുള്ള ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ നമ്മൾ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് ഈ പുതിയ മാപ്പുമായി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏതായാലും കിഫയുടെ പ്രതിനിധികൾ അല്പസമയത്തിനൊപ്പം നമ്മളോടൊപ്പം വ്യക്തമാണ്. വെബ്സൈറ്റിൽ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ ഇടേണ്ട മാപ്പ് തന്നെ സെപ്റ്റംബർ 2-ാം തീയതി പ്രസിദ്ധീകരിച്ചത് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ വെബ്സൈറ്റിലാണ്. അത് തന്നെ തെറ്റാണ്. അതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞു. ആ പുതിയ മാപ്പ് നാട്ടുകാരും കണ്ടിട്ടില്ല. അത് സർക്കാരിന് അയച്ചു കൊടുത്തിരിക്കുന്നുവെന്നാണ് പറയുന്നത്. ഗ്രാമസഭകൾ കൂടി ഇക്കാര്യം ചർച്ച ചെയ്ത് സംസ്ഥാന സർക്കാരിനെ അറിയിച്ച് കേന്ദ്ര വനംവകുപ്പിന് കൈമാറേണ്ട റിപ്പോർട്ടാണ്. ഇനി 5 ദിവസമാണ് അവശേഷിക്കുന്നത്. എന്താണ് കൂരാച്ചുണ്ടുകാർ ചെയ്യാൻ പോകുന്നത്? സാനിയ മനോമി. പ്രസിഡന്റ്, ഇനി 5 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത് ജൂലൈ 31-നാണല്ലോ കരട് വിജ്ഞാപനം. ഇനി 60 ദിവസമാണ്. അപ്പം 28-ാം തീയതി അവസാനിക്കുകയാണ്. ജനങ്ങളുടെ മുമ്പിൽ ഇതിന് കൃത്യമായ ഒരു ആക്ഷേപം കൊടുക്കാനുള്ള മാപ്പ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കുന്ന ജിയോ കോർഡിനേഷൻ മാപ്പ് ആദ്യം പ്രസിദ്ധീകരിക്കണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്ക് 4 ദിവസം കൊണ്ട് നമുക്ക് അതൊക്കെ സാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു 6 മാസം കൂടി സമയം നീട്ടിച്ച് ചോദിക്കുക കേന്ദ്ര ഗവൺമെൻറ്റിനോട്. ഇതിന് കൃത്യമായ റിപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 6 മാസം കൂടി സമയം കിട്ടിയാൽ ജനങ്ങൾക്ക് ഇത് പരിശോധിച്ച് ആക്ഷേപം കൊടുക്കാനും പരിഹരിക്കാനുള്ള സമയം. അതാണിപ്പോൾ ഏറ്റവും അത്യാവശ്യമായ ആവശ്യം അതാണ്. ഇനി 4 ദിവസം കൊണ്ട് ഇതിനകത്തൊന്നും കൃത്യത വരുത്താൻ ഗവൺമെൻറ്റിനെ കൊണ്ടോ തദ്ദേശ ഒരു സംവിധാനത്തെ കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷകർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു ആശങ്ക ഇതുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെ ജനവാസ മേഖല പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ആ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. ഇതാണ് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്താ പറയാനുള്ളത് കർഷകൻ എന്ന നിലയ്ക്ക്?
കർഷകൻ എന്ന നിലയ്ക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് കർഷകൻ എന്ന നിലയിൽ പറയാനുള്ളത്. ഓക്കെ, സാനിയോ, പഞ്ചായത്തിന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക് പ്രസിഡന്റിന് പറയാനുള്ളത് ഒരു 6 മാസമെങ്കിലും സർക്കാർ മനസ്സിലായി, സമയം നീട്ടി നൽകണം എന്നുള്ളതാണ്. പക്ഷേ ഇനി 5 ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട്, ഈ മാപ്പ് നൽകിയേ മതിയാവൂ. ജൂലൈ 31 തീയതിക്ക് ശേഷം സർക്കാർ ആകെ ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നത് സെപ്റ്റംബർ 2 തീയതിയാണ്. ആ സെപ്റ്റംബർ 2 തീയതി പ്രസിദ്ധീകരിച്ച മാപ്പിനെതിരെ ജനരോഷമുണ്ടായപ്പോഴാണ് പുതുക്കിയ ഒരു മാപ്പ് പ്രസിദ്ധീകരിച്ച് ജനവാസ മേഖലകളെ ഒഴിവാക്കാമെന്ന് പറഞ്ഞത്. ആ മാപ്പ് എവിടെ എന്നതാണ് കർഷകർ ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സർക്കാർ ഒളിച്ചു കളിക്കുന്നത്? ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ ഇടേണ്ട മാപ്പ് എടുത്ത് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിലിടുക, അതിനുശേഷം സർക്കാരിന് കൃത്യമായും ജനങ്ങളെ അറിയിച്ച് പഞ്ചായത്ത് ഗ്രാമസഭ കൂടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ അതൊന്നും ചെയ്യാതെ, ഗ്രാമസഭയൊന്നും കൂടാതെ നേരിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് എല്ലാ ജനവാസ മേഖലയും ഒഴിവാക്കിയത് അയച്ചിട്ടുണ്ട് എന്ന് പറയുക, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? എവിടെയാണ് വനവകുപ്പ് മന്ത്രി? അദ്ദേഹത്തിന്റെ മന്ത്രിപദം ഉറപ്പിക്കുന്ന തിരക്കിൽ ഇക്കാര്യങ്ങളൊക്കെ മറന്നുപോയോ? കോഴിക്കോട് ജില്ലയിലെ 5 പഞ്ചായത്തുകൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. പുതുക്കിയ വിജ്ഞാപനത്തിലെ അപാകതകൾക്കെതിരെ പരാതി നൽകാൻ സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ കോടതിയെ സമീപിക്കുന്നത്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയും ഇതേ വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുകയാണ്. നമുക്ക് പ്രതികരണം കേട്ടുവരാം. എം രാഗേഷ് ചേരും കൂടുതൽ വിവരങ്ങളുമായി. കഡ്സ്റ്റൽ മാപ്പ് എന്ന് പറയുന്നത് കയ്യോണ് തയ്യാറാക്കിയാണ്. അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തതാണ്. സർവേ നമ്പർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് നോക്കി ഒരിക്കലും ഒരു പരാതി ആർക്കും കൊടുക്കാൻ കഴിയില്ല. ജിയോ കോർഡിനേറ്റ് മാപ്പ് എന്താണോ അത് വെച്ച് പ്രസിദ്ധീകരിച്ചാൽ മാത്രമേ ആളുകൾക്ക് കൃത്യമായി പരാതി കൊടുക്കാൻ സാധിക്കൂ. അത് ഇതുവരെ ഉണ്ടായില്ല. 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എം രാഗേഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഇനി 5 ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ലക്ഷക്കണക്കിന് കർഷകരുടെ, ലക്ഷക്കണക്കിന് മലയോര മേഖലയിലെ മനുഷ്യരുടെ ഒക്കെ ജീവിതത്തെ ബാധിക്കുന്ന വലിയ വിഷയമാണ്. സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? എന്താണ് ഇനിയിപ്പോൾ നിയമ നടപടി നേരിടാൻ പോകുന്നത്? ഏതു രീതിയിലാണ് ഈ പഞ്ചായത്തുകൾ നിയമ നടപടി നേരിടാൻ പോകുന്നത്? പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകൾ കൂട്ടത്തോടെ കോടതിയിലേക്ക് പോവുകയാണോ എം രാഗേഷ്? ഡോക്ടർ അരുൺ, തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. കോഴിക്കോട് ജില്ലയിലെ MP-മാർ ഷാഫി പറമ്പിൽ MP, ഒപ്പം തന്നെ MK രാഘവൻ MP എന്നിവരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും, പ്രത്യേകിച്ച് ഇത് ബാധിക്കുന്ന 8ഓളം വരുന്ന പഞ്ചായത്തുകളുടെ യോഗം വിളിച്ചു ചേർത്തത്. 8ഓളം പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രതിപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളാണിത്. ഇവരാണിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ വിഷയത്തിൽ 6 മാസമെങ്കിലും സമയം വേണമെന്നുള്ളത് തന്നെയാണ് ഇവർ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഇതിൽ 3 പഞ്ചായത്തുകൾ, ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാർ ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇവരുടെ നിലപാട് സംബന്ധിച്ച് ഇപ്പോഴും എന്താണെന്ന് വ്യക്തതയുമില്ല. അതേസമയം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും പൊതുജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പരാതി നൽകുന്നതിനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഏറ്റവും പരിഷ്കരിച്ച മാപ്പ് പരിശോധിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായി പഞ്ചായത്തുകളോട് കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ മുഴുവൻ ആളുകളോട് സംസാരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് ജനവാസ മേഖലകളെന്ന് തരംതിരിച്ച് തരണം എന്നുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്ന് കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നുണ്ട്. അവർ അത് സമർപ്പിക്കുകയും അതിനുശേഷം പിന്നീട് ഇത് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇത് കേന്ദ്രത്തിന് കൈമാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ആ വിവരാവകാശ രേഖ ഒന്നും പറയുന്നില്ല. അവരുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്ന മാപ്പിനകത്ത് മുഴുവൻ അപാകതകളാണ് എന്നുള്ളതാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ തങ്ങൾ തിരുത്തി നൽകിയ മാപ്പ് എവിടെയാണ്? തങ്ങൾ തിരുത്തി നൽകിയ കാര്യങ്ങളിൽ പിശക് വന്നോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഇന്നലെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹവും ഈ വിഷയത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്, മാർ റെമജിയോസ് ഇഞ്ചനാനിയൽ മുഖ്യമന്ത്രിയുമായി തൃശ്ശൂരിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിലാണ് ഈ മാപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇത് പ്രസിദ്ധീകരിക്കണം. ഒപ്പം തന്നെ ജനങ്ങൾക്ക് പരാതി നൽകാൻ ഇനി 5 ദിവസം കൊണ്ട് സാങ്കേതികമാണ് ഈ വിഷയം എന്നുള്ളതും കൊണ്ട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് ജിയോ മാപ്പ് ഉൾപ്പെടെ പരിശോധിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പഞ്ചായത്തുകൾ കൂട്ടത്തോടെ കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത്? ജനവാസ മേഖലയെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയുമ്പോൾ ആ മാപ്പ് എന്തുകൊണ്ട് ജനങ്ങളെ കാണിച്ചുകൂടാ? എന്തുകൊണ്ട് പഞ്ചായത്തിനെ കാണിച്ചുകൂടാ? ജൈവ വൈവിധ്യ ബോർഡിന്റെ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചുകൂടാ? അത് പഞ്ചായത്തുകൾ ഡിസ്കസ് ചെയ്യട്ടെ. അവരുടെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അവർക്ക് അറിയാമല്ലോ. പി ആർ പ്രവീണ, ഇനി 5 ദിവസമേ ഉള്ളൂ. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. പുതുക്കിയ മാപ്പ്
ഒരിടത്തും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി എന്താണ് ഈ പഞ്ചായത്തുകൾ ചെയ്യാൻ പോകുന്നത്? പ്രതിപക്ഷം ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ കൂട്ടത്തോടെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. 6 മാസമെങ്കിലും സമയം ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമീപിക്കാൻ പോകുന്നത്. പക്ഷേ ഇനിയുള്ള 5 ദിവസം വളരെ നിർണായകമാണ്. 5 ദിവസം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. കേന്ദ്ര സർക്കാർ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കും. അതിനുശേഷം ഈ പാവപ്പെട്ട മനുഷ്യരുടെ സ്ഥലം ഈ പരിസ്ഥിതി ലോല പ്രദേശത്താണെങ്കിൽ അവർ പെട്ടുപോവില്ലേ? അതാണ് കാരണം ഇനി 5 ദിവസമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഗ്രാമസഭകൾ വിളിക്കാം, അതിനൊരു ദിവസം എടുക്കാം, അങ്ങനെ ചർച്ചകൾക്കൊക്കെ ദിവസങ്ങൾ എടുക്കാം. നിങ്ങൾ എന്താണ് അതിവേഗത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഞങ്ങൾക്ക് പരാതികൾ സമർപ്പിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഭരണപരമായ സംവിധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഗ്രാമസഭകളാണ്. ആ പഞ്ചായത്തിലോ ഗ്രാമസഭകളിലോ ഇത്രയും ദിവസം ഇതിൻ്റെ അവസാന സമയമായിട്ടും യാതൊരുവിധ നടപടികളും ഈ ഒരു സംഭവം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. നിങ്ങൾ അടിയന്തരമായി ഇനി എന്താണ് അടുത്ത ഘട്ടത്തിലേക്ക് ചെയ്യാൻ പോകുന്നത്? അടിയന്തരമായിട്ട് ഞങ്ങളുടെ സമരസമിതിയെ വളരെ കൂടുതൽ സ്ട്രോങ് ആക്കിക്കൊണ്ട് ഇവിടെയുള്ള മുഴുവൻ കർഷകരെ ഒന്നിച്ചു ചേർത്ത് ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ജനപ്രതിനിധികളുടെ വീട്ടുപടിക്കലോ സെക്രട്ടേറിയറ്റ് പഠിക്കലോ ഒക്കെ പോയി കുടിൽ കെട്ടി ഞങ്ങൾ താമസിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരും. അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും. ഇങ്ങനൊരു വിജ്ഞാപനം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കൃഷി ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും മങ്ങുകയാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും കൃഷി ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും വാങ്ങണം. ESA പരിധിയിൽ നമുക്ക് വളരെയധികം നിയന്ത്രണങ്ങൾ വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ESAയുടെ എല്ലാ നിയന്ത്രണങ്ങളും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ റവന്യൂ ഭൂമിയിലേക്ക് വനത്തിൻ്റെ നിയമങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടേറിയതാകും. അങ്ങനല്ലേ? ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ബുദ്ധിമുട്ടിലാകും. ഇതിന് ഒരു 6 മാസം മുമ്പാണ് നമ്മുടെ അനിയനെ ആനയെ കൊന്നത്, ഇവിടുന്ന് 1 കിലോമീറ്റർ മുമ്പായിട്ട്. നിങ്ങൾ പറയുന്ന ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ കുടിയിറക്കുന്നില്ല, വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കുടിയിറക്കും. മൃഗങ്ങൾ നമ്മൾ തന്നെ ഇറങ്ങി പൊക്കോളും. അതിനുള്ള കാര്യങ്ങൾ അവർ ഒപ്പിക്കുന്നത്. സഹോദരനെയാണോ ആന? അതെ, 6 മാസം മുമ്പ് വീട്ടുപടിക്ക് വന്ന് തെങ്ങ് പെടുത്തുന്നത് കണ്ടുകൊണ്ട് ഏതെങ്കിലും ലൈറ്റ് അടിച്ച് നോക്കിയതാ, ആന അടിച്ചു പോലുമായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടല്ലേ? കാർഷിക മേഖലയാണ് എല്ലാ മേഖലയിലും ഉണ്ടാകുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ജനവാസ മേഖല ഇത് ഒഴിവാക്കുക, ഈ വർഷം എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ജനവാസ മേഖലയിൽ നിന്ന് ഒഴിവാക്കി ജനങ്ങളെ സംരക്ഷിക്കുക. അതേ ഉള്ളൂ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഈ വന്യമൃഗങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് സംവിധാനം കൊടുക്കാൻ സർക്കാരിന് ഇഷ്ടം പോലെ ഫണ്ടുണ്ടല്ലോ, അതൊക്കെ ചെയ്തുകൂടെ? എന്താണ്, കർഷകനാണല്ലോ, സ്വാഭാവികമായിട്ടും മണ്ണിൽ പണിയെടുക്കുന്നവരാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരുവിധ കാര്യങ്ങളും ഇവിടെ നടക്കാതിരിക്കുക, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജീനിയോസ് ഇഞ്ചനയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഫാദർ, വെരി ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ വാർത്ത നമ്മൾ ഒരുപാട് പേരോട് സംസാരിച്ചു. അവരാരും ഈ പുതിയ മാപ്പ് കണ്ടിട്ടില്ല. ഫാദർ ഈ പുതിയ മാപ്പ് കണ്ടിട്ടുണ്ടോ? സെപ്റ്റംബർ 2-ാം തീയതി ഇറക്കിയ മാപ്പിൽ അപാകതകളുണ്ടെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്നും ആ പുതിയ മാപ്പ് കേന്ദ്ര സർക്കാരിന് കൊടുക്കാമെന്നുമാണ് സർക്കാർ പറഞ്ഞത്. പക്ഷേ അങ്ങനൊരു പുതിയ മാപ്പ് ഇവരാരും കണ്ടിട്ടില്ല. നമ്മുടെ മുൻപിലുള്ളത് സെപ്റ്റംബർ 2-ാം തീയതിയിലത്തെ മാപ്പാണ്. അതിലാകട്ടെ ജനവാസ മേഖലയിൽ പലതും ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി 5 ദിവസമേ ഉള്ളൂ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫാദർ? ഞങ്ങൾക്ക് അതിയായ ആശങ്കയാണുള്ളത്. ഇന്നലെ ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഞങ്ങളുടെ ആശങ്കകൾ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ ഈ മാപ്പ് ഇടണം. ഞങ്ങളുടെ ഏതെങ്കിലും ഒരു കുടുംബമെങ്കിലും അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് ഞങ്ങളോട് ചെയ്യേണ്ട നീതിയാണ്, പാവപ്പെട്ട കർഷകരോട് ഞങ്ങൾ ഉണ്ടാകേണ്ട നീതിയാണ് സർക്കാരിൻ്റെത്. അത് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പൊ അത് ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ഉള്ളത്. എങ്കിലും ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ആശങ്കകൾ അതിന്റെ ആവശ്യമില്ല, ആശങ്കയുടെ ആവശ്യമില്ല എന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞു. ഞങ്ങൾ എപ്പോഴും കർഷകരോട് കൂടി ആയിരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ ഇത് വരാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുകയില്ല. ഞങ്ങൾക്ക് മുൻപ് കാലങ്ങളിലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിയത് രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയക്കാർക്ക് കർഷകരോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ദുരിതം അനുഭവിക്കുന്നത്. ഈ കർഷകരുടെ ദുരിതത്തിന്റെ പിന്നിൽ ഈ രാഷ്ട്രീയക്കാരാണ്. അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ഫാദർ, ഇതിനകത്ത് ഈ ഒളിച്ചുകളി ഉണ്ടോ സർക്കാരിന്? എൻ്റെ ഒരു സംശയം, ഈ സെപ്റ്റംബർ 2-ാം തീയതി ഒരു മാപ്പ് പ്രസിദ്ധീകരിക്കുന്നു. ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആ മാപ്പിലാണെങ്കിൽ അപ്പടി കുഴപ്പമാണെന്ന് മനസ്സിലായി. അതിൽ പല ജനവാസ മേഖലകളും ഉൾപ്പെടുന്നു. ജനങ്ങൾ പ്രതിഷേധിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രതിഷേധം അറിയിക്കുന്നു. ഉടനെ തന്നെ പുതിയത് പരിഷ്കരിക്കാമെന്ന് പറഞ്ഞ് സർക്കാർ പോകുന്നു. പക്ഷേ ഇനി 5 ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അതാണ് ബുദ്ധിമുട്ട്. അതെ, നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കർഷകർക്ക് ദ്രോഹമില്ലാത്ത ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിൽ സർക്കാർ കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ്. മുഖ്യമന്ത്രി അതാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ വിഷയം നിങ്ങൾ എടുത്തതിന് പ്രത്യേകം നന്ദി അപ്പോൾ ഫാദർ, നമുക്ക് അത്യാവശ്യം സർക്കാരിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ ആ മാപ്പ് പ്രസിദ്ധീകരിക്കുക, ആശങ്ക ഒഴിവാക്കുക. അതെ, എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരവെങ്കിലും തരണം. അല്ലെങ്കിൽ അതിന് ഒളിച്ചു കളിയായി വ്യാഖ്യാനിക്കപ്പെടും. തീർച്ചയായിട്ടും. കാരണം അതൊരു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നതാണ്, ഇതിൽ ഓരോ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പൊ മാത്രമല്ല പഞ്ചായത്തും ഗ്രാമസഭയും അടക്കം ഈ വിഷയത്തിൽ കൂടി ഈ മാപ്പ് പരിശോധിച്ച് ആണ് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ഫാദർ. നമുക്ക് എന്തായാലും സർക്കാരിനോട് ചോദിക്കാം. എം കെ രാഘവൻ എം പി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് രാഘവൻ, എം കെ രാഘവൻ എം പി. ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ ധാരാളം ആളുകൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. അവരാരും ഈ മാപ്പ് കണ്ടിട്ടില്ല. എം പി മാപ്പ് കണ്ടായിരുന്നോ? ഇല്ല, ഇതിനകത്തൊരു വിഷയം എന്താന്ന് ചോദിച്ചാലേ, ഇവിടെ ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റില് ഈ കഡസ്ട്രൽ മാപ്പ് ഇടുന്ന പറഞ്ഞ് അത് ക്ലാരിറ്റി ഇല്ലാത്തതാണ്. അത് കൈകൊണ്ട് വരച്ചതാണ്. അതുമാത്രമല്ല, ചില സർവേ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കും അത് നോക്കിക്കൊണ്ട് ഒരു പരാതി കൊടുക്കാൻ, നിർദ്ദേശം കൊടുക്കാനും കഴിയില്ല. രണ്ടാമത്, ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ട് തന്നെ പഞ്ചായത്തുകളുടെയും ഗ്രാമസഭകളുടെയും ചർച്ചകൾക്ക് ശേഷം തയ്യാറാക്കിയ ജിയോ കോർഡിനേറ്റ് മാപ്പുണ്ട്. ഈ മാപ്പാണ് സത്യം പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കേണ്ടത്. അതില്ലെന്ന് മാത്രമല്ല, ഇനിയിപ്പോ 5 ദിവസം മാത്രമേ ഉള്ളൂ. ഈ മാപ്പിന്റെ അടുത്ത് ഈ ഗ്രാമസഭകളും പഞ്ചായത്തുകളും ചേർന്ന് ചർച്ച നടത്തി തയ്യാറാക്കിയ ഈ പ്രപ്പോസലുകളാണ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടത്. എന്നാൽ സത്യം പറഞ്ഞാൽ അത് ഒരു സംഭവിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് 5 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഗവൺമെന്റ് അത് ഉൾക്കൊണ്ടുകൊണ്ട് കൊടുക്കുമെന്നാണ് പ്രതീക്ഷ. അതല്ലെങ്കിൽ വീണ്ടും എക്സ്റ്റൻഷൻ ചോദിക്കണം ഗവൺമെന്റ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് തന്നെ കൊടുത്ത നിർദ്ദേശത്തിൽ പറഞ്ഞത് ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു കാര്യത്തിനാണ് മുൻഗണന അവർ പോലും കൊടുത്തിട്ടുള്ളത്. അതെ, ഇത് 30 ലക്ഷം പേരെ ബാധിക്കുന്ന വിഷയമാണ്. ആലോചിക്കണം. ESAയുടെ പരിധിയിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, താമസിക്കാൻ പോലും കഴിയില്ല. അപ്പൊ അടിയന്തരമായി ഗവൺമെന്റ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. വന്ന പാളിച്ച വന്നു സമ്മതിക്കുന്നു. പഞ്ചായത്തുകളും ഗ്രാമസഭകളും കൊടുത്തൊരു പ്രപ്പോസലുണ്ട്. ആ പ്രപ്പോസൽ എടുത്തു കൊടുക്കണം. അതാണ് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതായത് അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ വ്യക്തമായ മാപ്പായി പ്രസിദ്ധീകരിക്കണം. പക്ഷേ അതിന് ചർച്ച ചെയ്ത് ഗ്രാമസഭകൾക്ക് തീരുമാനമെടുക്കാൻ ഈ 5 ദിവസം പോരാ. അതുകൊണ്ട് ചുരുങ്ങിയത് 1 മാസം സമയം നീട്ടി. അല്ല മിസ്റ്റർ അരുൺ, ഇതിന്റെ അകത്ത് നേരത്തെ തീരുമാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞു. അത് ജൂലൈ മാസം തന്നെ ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതെ, അപ്പോ അത് കൊടുത്താൽ മതി. ഒന്നുകിൽ അത് കൊടുക്കുക, അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാനുള്ള സാവകാശമെങ്കിലും ആവശ്യപ്പെടുക. അതെ, ഇനിയിപ്പോ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ ഗവൺമെന്റ് ഈ ഗ്രാമസഭകളും പഞ്ചായത്തുകളും കൊടുത്ത പ്രപ്പോസൽ എടുക്കുക, അത് കൊടുക്കുക. അതല്ലെങ്കിൽ വീണ്ടും വിവരമായ ചർച്ച വേണമെങ്കിൽ നിർബന്ധമായും 60 ദിവസം എക്സ്റ്റൻഷൻ ചോദിക്കാം. ഞങ്ങളിപ്പോ വനവകുപ്പ് മന്ത്രി ബന്ധപ്പെട്ടു. അദ്ദേഹം വിഷയം പഠിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അതൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശരി, ഗവൺമെന്റ് ഇനിയും അതിൽ ഒരു അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു. നമുക്ക് നോക്കാം. എന്തായാലും 5 ദിവസം കൂടി നമുക്ക് ബാക്കിയുള്ളൂ എന്നതാണ് കർഷകർക്ക് ആശങ്കയുണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും താങ്ക് യു ശ്രീ എം കെ രാഘവൻ എം പി. അങ്ങ് പറഞ്ഞതുപോലെ ഒന്നുകിൽ ഗ്രാമസഭകളും പഞ്ചായത്തുകളും നേരത്തെ കൊടുത്ത അതേ പ്രപ്പോസൽ സർക്കാർ കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. അതിൻ്റെ ഒരു പകർപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കർഷകരുടെ ആശങ്ക മാറ്റണം. അതല്ലെങ്കിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ഈ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്ത്, പഞ്ചായത്തിനെയും ഗ്രാമസഭയും വിശ്വാസത്തിലെടുത്ത് പുതുക്കിയ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള റിപ്പോർട്ട് സമയം ആവശ്യപ്പെട്ട് കൊടുക്കണം എന്നതാണ് എം കെ രാഘവൻ എം പിയുടെ ആവശ്യം. അതുതന്നെയാണ് ഫാദർ റെമീജിയോസ് ഇഞ്ചനാനിയിലും കർഷകരും വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ VS രഞ്ജിത്ത്, ഇപ്പോൾ നമ്മൾ വനവകുപ്പ് മന്ത്രിയോട് ഈ കാര്യം ചോദിച്ചപ്പോൾ വനവകുപ്പ് മന്ത്രി പറഞ്ഞത് ഈ വിഷയത്തിൽ പഠിച്ചിട്ട് പ്രതികരിക്കാമെന്നാണ്. 5 ദിവസമേ ബാക്കിയുള്ളൂ. VS രഞ്ജിത്ത്.
ഡോക്ടർ രോൺ, ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയണം. ഒന്ന്, ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടി പദ്ധതി ഒരുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന് മാത്രം നൽകിയൊരു ഇളവുണ്ട്. അതായത് ഈ മാപ്പ് പ്രസിദ്ധീകരിക്കാൻ കേരളത്തിന് മാത്രമേ അവകാശമുള്ളൂ. മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകയും ഗുജറാത്തും ഗോവയും എല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച മാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് കേരളത്തിന് മാത്രം കേരളത്തിൻ്റെ സ്വന്തം നിലയ്ക്കൊരു മാപ്പ് സമർപ്പിക്കാനും ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ നിശ്ചയിക്കാനുമുള്ള അവകാശം കൊടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്യുകയോ അതിനനുസരിച്ച് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങളുടെയും ഗ്രാമസഭയുടെയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് തത്സമയം. താല്പര്യമുള്ളവരാണ്. അവരുടെ കൃഷിക്കോ ആവാസ വ്യവസ്ഥയ്ക്കോ കോട്ടം തട്ടാത്ത നിലയിൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിന് സഹായകരമായ റിപ്പോർട്ട് കേരളത്തിലെ ഗവൺമെൻറ് കേന്ദ്രത്തിന് മുമ്പാകെ സമർപ്പിക്കുക. യഥാർത്ഥ കേന്ദ്രമാണ് ഇനി തീരുമാനമെടുത്ത് നോട്ടിഫൈ ചെയ്യേണ്ടത്. അതാണ് എൻ്റെ ശരി. ഇല്ല, ഇതാണ് പ്രശ്നം. ഇത് വീണ്ടും എന്നുള്ളത് ഈ ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ടാണല്ലോ നേരത്തെ ഉള്ളത്. അതിന് തന്നെ മാറ്റങ്ങൾ വരുത്തി ജനങ്ങൾക്കുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടുതൽ ഭൂപ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ആശങ്ക വേണ്ട, ആശങ്കപ്പെടുത്തരുത്. ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി തീർക്കുകയാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അതിൻ്റെ തുടർ നടപടിയിലേക്ക് പോകാൻ. ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്റ്റാൻഡ് എന്താണെന്നുള്ള മനസ്സിലാകുമല്ലോ. ഞാനിത് അവിടെ താമരശ്ശേരി ബിഷപ്പുമായി ഞാൻ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ അദ്ദേഹവുമായി കണ്ടിരുന്നു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളതും അദ്ദേഹത്തിന് മുമ്പാകെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കാണാം. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഈ വിഷയം അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ച ഇഞ്ചനാനിയലിനോടും ഫാദറിനോടും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. പക്ഷേ കർഷകരുടെയും ബിഷപ്പിൻ്റെയും നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുതകുന്ന തരത്തിലുള്ള ഒരു മാപ്പ് ഈ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ വരേണ്ടതല്ലേ? അത് സംസ്ഥാന സർക്കാർ ഇടേണ്ടതാണോ? ഇപ്പോൾ LDF കൺവീനർ പറയുന്നത് അത് കേന്ദ്ര സർക്കാരാണ് അത് നോട്ടിഫൈ ചെയ്തിടേണ്ടതെന്നാണ്. അതിനൊരു വ്യക്തത വരുത്തണം വി എസ് രഞ്ജിത്ത്. ഡോക്ടർ രോൺ, അത് സംസ്ഥാന സർക്കാർ, ഞാനതാണ് പറഞ്ഞു വന്നത്. കേരളത്തിന് മാത്രം, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളത്തിൽ 2013 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കുമ്പോൾ കേരളത്തിന് സ്വന്തമായി ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയെക്കുറിച്ചൊരു പഠനം നടത്തിയ റിപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കേരളം സ്വന്തം നിലയ്ക്ക് ആ മാപ്പ് പ്രസിദ്ധീകരിക്കും എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതനുസരിച്ച് ഒരു മാപ്പ് തയ്യാറാക്കേണ്ടത് കേരളത്തിൻ്റെ വനം വകുപ്പ് തന്നെയാണ്. ആ വനം വകുപ്പ് തന്നെയാണ് ആ മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യേണ്ടത്. ആ മാപ്പിനെ കുറിച്ച് വിവരങ്ങൾ സംസ്ഥാനത്ത് ജനങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ ആശങ്ക പരിഹരിക്കാൻ ആ മാപ്പ് പുറത്തുവിടേണ്ട സംസ്ഥാനത്തിൻ്റെ വനം വകുപ്പാണ്. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് പഞ്ചായത്തുകൾ നൽകിയ ഒരു മാപ്പുണ്ട്. പഞ്ചായത്തുകൾ നൽകിയ ജനവാസ മേഖലകളെ ഒഴിവാക്കിയുള്ളൊരു മാപ്പുണ്ട്. ആ മാപ്പിനെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ മുഖവിലക്കെടുക്കുന്നില്ല, അവർ വിശ്വാസത്തിലെടുക്കുന്നില്ല. വനം വകുപ്പിൻ്റെ കയ്യിൽ ഒരു കണക്കുണ്ട്. ആ കണക്കനുസരിച്ചുള്ള മാപ്പ് പ്രസിദ്ധീകരിക്കാനേ വനം വകുപ്പ് തയ്യാറാവുന്നുള്ളൂ. വനം വകുപ്പ് മന്ത്രിക്ക് പോലും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് പോലും മനസ്സിലാകുന്നത്. ഇത് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു പിടിവാശി ഇക്കാര്യത്തിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തുകൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടും ആ മേഖലകളെ എന്തുകൊണ്ട് സർക്കാർ ഒഴിവാക്കുന്നില്ല? ഇനിയിപ്പോൾ സർക്കാർ ആഗ്രഹിച്ചിട്ടും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരാണോ ഇത്തരത്തിലൊരു പരിസ്ഥിതിവാദത്തിൻ്റെ കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുന്നത് എന്നാണ് പരിശോധിക്കേണ്ടത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമ്മൾ വനംവകുപ്പ് മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയം പഠിച്ചിട്ട് പ്രതികരിക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞത്. LDF കൺവീനർ പറയുന്നു കർഷകർക്കൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. നമുക്ക് സർക്കാർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പൂർണ്ണമായും ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വി എസ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കേരളം അതിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും, ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ വെബ്സൈറ്റിൽ പുതിയ മാപ്പ് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടത് പ്രസിദ്ധീകരിക്കുന്നില്ല? ഈ വിവരം, ഈ കൊടുത്ത പ്രപ്പോസൽ എന്തുകൊണ്ട് പഞ്ചായത്തുകളെയും ബാക്കിയുള്ള പ്രദേശത്തുള്ളവരെയും ഈ വിവരം അറിയിക്കുന്നില്ല? അത് ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ എന്തുകൊണ്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്, അവർ ആശങ്കയിലാണ്. 30 ലക്ഷത്തോളം ആളുകൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൽ വനംവകുപ്പ് മന്ത്രി വ്യക്തത വരുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വരുന്ന മണിക്കൂറുകളിൽ നമ്മൾ വനംവകുപ്പ് മന്ത്രിയുടെ പ്രതികരണത്തിനായി കാതോർത്തിരിക്കുകയും ചെയ്യുന്നു.